എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സൺഷിൽ ഫുഡീസിലോട് സ്വാഗതം. ഞാൻ സന്തോഷ്. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നൊരു ഡിഷ് നമ്മുടെ റവ ഉണ്ടയാണ്, റവ ലഡു. ഇപ്പോൾ റവ ഉണ്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ടൊരു പാൻ എടുത്ത് അതിലോട്ട് നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം കശുവണ്ടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, നന്നായിട്ട് വറുത്തെടുത്ത ശേഷം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം. അതേ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ വറുത്തെടുക്കാം. ഉണക്കമുന്തിരി വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സംഭവമാണ്. അപ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വീർത്ത് നല്ല ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം അതേ നെയ്യിൽ തന്നെ വീണ്ടും നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിക്കാം. ആ നെയ്യിൽ തന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം, നെയ്യിൽ തന്നെ വറുത്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള റവ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് നെയ്യിലിട്ടതും ഒന്ന് നെയ്യില്ലാത്തതുമായിട്ട്. റവ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ബ്രൗൺ കളർ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എടുത്ത് മാറ്റാം. അടുത്തായിട്ട് നമുക്ക് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല തരിയുള്ള പഞ്ചസാരയാണ്. അപ്പോൾ മിക്സിയിലിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് അടിക്കുക. അപ്പോൾ തന്നെ നല്ല പൗഡറായി കിട്ടും. അപ്പോൾ ആ പൗഡർ എടുത്ത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊട്ടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ റവ കൂടെ ഒന്ന് അടിച്ചെടുക്കണം. റവ നല്ല തരിയുള്ള റവ ആയതുകൊണ്ട് അത്രയും തരി ആവശ്യമില്ല. അപ്പോൾ അതിലോട്ട് 2 ഏലക്കായ കൂടി ഇട്ടിട്ട് ഒരു പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കുക. രണ്ട് അടി അടിച്ചാൽ മതിയാവും. നമുക്ക് ഫുള്ളായിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയ തരി ആവശ്യമാണ്. എന്നിട്ട് ആ റവ എടുക്കുക, നമ്മുടെ പഞ്ചസാരയുടെ കൂടെ തന്നെ പൊടിച്ച് വെച്ച പഞ്ചസാരയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചെറുതായി പൊടിയായി അരിഞ്ഞ നമ്മുടെ ബദാം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വറുത്ത് കാഷ്യൂനട്ടും അല്ലെങ്കിൽ കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അതുകൂടെ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വീണ്ടും നമുക്ക് കുറച്ചധികം നെയ്യ് എടുക്കുക. അത് നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം ആ പൗഡർ മിക്സ് ചെയ്ത പൗഡറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നെയ്യ് കൊണ്ട് ഉണ്ടാക്കുന്ന റവ ലഡു ആണ്. നെയ്യ് ഉരുക്കി ഒഴിച്ചത് കൊണ്ട് നമ്മൾ കുഴയ്ക്കുമ്പം ചൂടടിക്കാതെ ശ്രദ്ധിക്കുക, കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചായി എടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഉണ്ട പിടിക്കാം. ചെറിയ ബോളാക്കി എടുത്ത് മാറ്റുക. നമ്മുടെ ഒരു ഗുലാബ് ജാമുൻ്റെ സൈസിൽ ചെറിയ ബോളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതിൽ നെയ്യ് ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ബോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ചെറിയൊരു മഞ്ഞ കളർ കൂടെ കാണും, കാരണം നമ്മൾ നെയ്യുള്ളത് ഒഴിച്ചതുകൊണ്ട്. അങ്ങനെ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുള്ള റവ ലഡു റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഒഴിക്കുന്നതിന് പകരം ഷുഗർ സിറപ്പ്, പഞ്ചസാര ലായനി ഒഴിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ലഡു ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര നമ്മൾ അതിൽ മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ വീണ്ടും ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ പഞ്ചസാര ഒത്തിരി ഉണ്ടാക്കി മധുരം കൂട്ടരുത്. അപ്പോൾ നമ്മൾ മുമ്പ് എടുത്തു വെച്ച റവ മാത്രം ആ റവയുടെ കൂടെ നമ്മൾ ഈ പഞ്ചസാര ലായനി കൂടെ ഒഴിക്കുന്നു. ഓക്കെ, ബാക്കി എല്ലാ മിശ്രിതവും അതേ തന്നെയാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും അതേപോലെ മുമ്പ് ചെയ്ത പോലെ തന്നെ ബോൾ ഉണ്ടാക്കുക. അപ്പോൾ ചെറിയ ഉരുളകളാക്കി എടുത്ത് നമ്മുടെ റവ ലഡു റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്യില്ലാത്ത റവ ലഡു കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് 3 നെയ്യുള്ളതും രണ്ടാമത്തെ 3 നെയ്യില്ലാത്തതുമാണ്. അതിന് ചെറിയൊരു കളർ ഡിഫറൻസ് കാണുന്നുണ്ടാവാം. അപ്പോൾ നമ്മുടെ റവ ലഡുവും ഉണ്ടാക്കുന്ന വിധവും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ.